അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി ത്വരീഖത്തുകാർ എല്ലാ പിഴച്ച കക്ഷികളെയും പോലെ ആശയപരമായി ഒന്നിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആശയപരമായി അവർക്കുള്ളിൽ തന്നെ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. നൗഷാദ് കുരുവട്ടൂരി, സ്വമദ് ആനവരി, തെറിയൂരി കുഞ്ഞഹമ്മദ് ഇവരാണ് പ്രധാനമായും കുരുവട്ടൂരി ത്വരീഖത്തിന്റെ ആശാന്മാർ. അവർക്കിടയിൽ തന്നെ ഒരു വിഷയത്തിൽ പരസ്പരം യോജിപ്പ് കാണുന്നില്ല. ഒരാൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ നിഷിദ്ധമായി വിമർശിച്ചുകൊണ്ടാണ്, അവനെ പിഴച്ചവനാക്കിക്കൊണ്ടാണ് മറ്റൊരുവൻ കടന്നു വരുന്നത്. അതിനു മുമ്പ് ചില വിഡ്ഢിത്തങ്ങൾ നൗഷാദ് പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. നൗഷാദ് മീനങ്ങാടി സുലൈമാന്റെ ആളാണ്. അതിനൊരു കാരണമുണ്ട്. മീനങ്ങാടി സുലൈമാന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. ഇനി ക്യാഷ് കാണിച്ച് പണം കാണിച്ച് അതും ഭയപ്പെടുത്താൻ നോക്കണ്ട. കോടീശ്വരന്മാരായ നിങ്ങളെ ഭാഷയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ മശായിഖന്മാരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്. അതൊക്കെ വളരെ ശരിയാണ്. നിങ്ങൾക്കൊന്നും ഒരു കാലത്തും ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ വലിയ കോടീശ്വരന്മാരാണ് ഞങ്ങളുടെ മശായിഖന്മാർ. ഒരു നിലക്കും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചള്ളക്ക് രണ്ടടി കിട്ടിയിട്ടും ഒരു ചവിട്ട് കിട്ടിയിട്ടും മീനങ്ങാടി സുലൈമാൻ എന്ന വ്യാജ ത്വരീഖത്തുകാരിൽ നിന്ന് നൗഷാദ് അകന്നു പോകാത്തത്. അടി കിട്ടിയാലെന്താ, ചവിട്ട് കിട്ടിയാലെന്താ, പണം കൊണ്ട് അവിടെ തേച്ചു പിടിപ്പിച്ചാൽ അതോടുകൂടി ആ വേദന മാറിക്കിട്ടും എന്നൊരു നയമാണ് നൗഷാദിനുള്ളത്. അതുകൊണ്ട് തന്നെ മീനങ്ങാടി ഗ്രൂപ്പിലാണ് നൗഷാദ് ഉള്ളത്. സ്വമദ് ആനവരിയുള്ളത് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെയും ബീരാണ്ടിയുടെയും കൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബീരാണ്ടിയെ വാനോളം പുകഴ്ത്തുകയാണ് CM നീറാൻ വലിയ എന്നൊക്കെയാണ് സ്വമദ് ആനവരി പുകഴ്ത്തുന്നത്. എന്നാൽ ഈ ബീരാണ്ടിയെ സംബന്ധിച്ച് ഒരക്ഷരം പോലും നൗഷാദ് വട്ടൂരി മുണ്ടിയിട്ടില്ല. കാരണം നൗഷാദിനറിയാം, ബീരാണ്ടിയുമായി ഇനി മുന്നോട്ട് പോയാൽ പണമൊന്നും കിട്ടത്തില്ല, മീനങ്ങാടി സുലൈമാന്റെ കൂടെ നിന്നാലേ കാര്യമുള്ളൂ എന്ന് നൗഷാദിനറിയാം. പക്ഷേ സ്വമദ് ആനവരിക്ക, കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക നൗഷാദിനെ പോലെ ബീരാണ്ടിയെ അങ്ങനെ അങ്ങ് തള്ളാനും കഴിയില്ല. മീനങ്ങാടി സുലൈമാനുമായി കോമാട്ടുചാലിൽ അബ്ദുള്ള ബന്ധപ്പെടുന്നതിന് മുമ്പ് സ്വമദ് ആനവരിയാണ് ബീരാണ്ടിയെയും കോമാട്ടുചാലിൽ അബ്ദുള്ളയെയും ബന്ധിപ്പിച്ചിട്ടുള്ളത്. ആ ബന്ധത്തിലൂടെ ബീരാണ്ടിയുമായി, ആ കുടുംബവുമായി പല നിലക്കുള്ള കടപ്പാടുകളും കടമകളുമുണ്ട്. ബീരാണ്ടി മരണപ്പെട്ടു എന്നതുകൊണ്ട് ആ ബന്ധം ഒഴിവാക്കിയാൽ പണി പശുവിൻ പാലിൽ കിട്ടുമെന്ന് സ്വമദിനും കോമാട്ടിനും നന്നായിട്ടറിയാം. മീനങ്ങാടി സുലൈമാൻ ഗ്രൂപ്പ്, ബീരാണ്ടി ഗ്രൂപ്പും മൈസൂർ കല്യാണ പശകൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കി നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ മൈസൂർ ബിരിയാണി തന്നെ ആക്കി കളയാം. ഏതായാലും ബീരാണ്ടിയും കോമാണ്ടിയും മാങ്ങാണ്ടിയും മീനങ്ങാണ്ടിയും തമ്മിൽ വലിയ പ്രശ്നത്തിലാണ്. ആശയപരമായി അവർ യോജിപ്പിലല്ല. ബീരാണ്ടിയെ സ്വമദ് ആനവാരി, പലപ്പോഴും മീറാൻ ഔലിപ്പാപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധേന പുകഴ്ത്താറുണ്ടെങ്കിലും നൗഷാദ് ബീരാണ്ടിയെ ഒരു പുകഴ്ത്തി പറച്ചിലും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ്. എന്നാൽ മീനങ്ങാടി സുലൈമാനെ പരമാവധി പുകഴ്ത്താൻ നൗഷാദ് മുൻപന്തിയിലുമാണ്. യഥാർത്ഥത്തിൽ ഞാൻ സംശയിക്കുന്നത്, ബീരാണ്ടി ചർച്ച വന്നപ്പോൾ ബീരാണ്ടിയെ പുകഴ്ത്തി പറയേണ്ടി വരുമോ എന്നൊരു പേടിയിൽ നിന്നാണ് നൗഷാദ് മീനങ്ങാടി സുലൈമാന്റെ വിഷയം പുറത്തേക്കിട്ടത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. മീനങ്ങാടി സുലൈമാൻ AP ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങൾ
നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മടവൂർ ഒരു മുൻകാരായിരുന്നു, വടകരമാരായിട്ടൊരു മുൻകാരായിരുന്നു, ആലുപോക്കർമാരൊരു മുൻകാരായിരുന്നു. ഇതൊക്കെ മുജന്മാരെന്നാ. എന്താ ഇരിക്കെന്താ നിങ്ങൾ പോകാത്ത? ചോദ്യത്തിന്റെ ഗൗരവം ആ വൈക്കെന്താ നിങ്ങൾ പോകാത്തത്? മീനങ്ങാടി സുലൈമാൻ ചോദിച്ചു പോലു CM വലിയുല്ലാഹി, വടകര മുഹമ്മദാജി തങ്ങള്, അങ്ങനെ ഒട്ടേറെ ഔലിയാക്കള് മൊയ്ലിയാമാരാണ്. മൊയ്ലിയാരായ കാന്തപുര ഉസ്താദ് എന്താണ് അവരുടെ വഴിക്ക് പോവാത്തത് എന്നാണ് ചോദ്യം. മീനങ്ങാടി പണ്ട് എന്നെ പേച്ചോനാണ്, CM വലിയുല്ലാഹിയെ ധിക്കരിച്ചോനാണ്, അതുകൊണ്ട് നീ നന്നാവണം എന്ന് പറയാൻ വേണ്ടി ഷെയ്ഖുന കാന്തപുര ഉസ്താദ് പോയിട്ടുണ്ട്. ആ കുരുത്തമില്ലാത്ത മീനങ്ങാടി സുലൈമാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതിനു മുമ്പാണോ അറിയില്ല. ഏതായാലും മീനങ്ങാടി ചോദിച്ചതാണ് പോലും. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. പ്രസംഗം കഴിഞ്ഞാലും ആ ഭാഗമെടുത്ത് സ്പെഷ്യലായിട്ട് കേൾക്കണം. ഈ കാലഘട്ടത്തിന്റെ അധികാരിയുടെ മഹാസംസാരങ്ങൾ. മീനങ്ങാടിക്ക് നൗഷാദ് തന്നെ മറുപടി കൊടുത്താൽ മതിയല്ലോ. ഒരൊറ്റ അറഫില്ലാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും പാലിക്കാതെ മൂപ്പരായിട്ടാണ് നടന്നു പോയി. എന്നാ നൗഷാദ് കൊടുത്തോ? വളരെ വൈകാണല്ലോ. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ CM വലിയുള്ളാനെ കാണാൻ പോയപ്പോ അവർ വലിയ നിസ്കാരം ദിക്റുകളൊക്കെയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഞങ്ങളെ പോലെ തന്നെ ആകട്ടെ എന്ന് CM-നോട് ഞാൻ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, അവ പറഞ്ഞു അത് വേണ്ട, ഞാൻ ഖിദർ നബിയുടെ വഴിയിലാണ്, നിങ്ങൾ മൂസാ നബിയുടെ വഴിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളി മദ്രസ ഉണ്ടാക്കി നിങ്ങളെ വൈക്ക് നിങ്ങളെടുന്നോളി, എന്റെ വൈക്ക് ഞാൻ. ക്ലിയർ ആണല്ലോ. CM വലിയുല്ലാഹിയോട് മീനങ്ങാടി സുലൈമാൻ ധിക്കാരം കാട്ടിയിട്ടും ധിക്കാരം കാണിക്കണമെന്ന് മീനങ്ങാടി സുലൈമാൻ കാന്തപുര ഉസ്താദിനോട് പറഞ്ഞപ്പോ കാന്തപുരം ഉസ്താദ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം CM വലിയുല്ലാഹിയുടെ വാക്കാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന് ഏറ്റവും വലുത്. അതാണിപ്പോൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായി ഡൽഹിയിലും അതുപോലെ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഉസ്താദ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖദമിലാവാൻ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്, ദീനിന്റെ വഴിയിലായിക്കൊണ്ട് CM വലിയുല്ലാഹിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട്. എന്നാൽ ഈ മൊയ്ലിയാന്മാര് CM വലിയുല്ലാഹി മൊയ്ലിയാരായിരുന്നു, വടകര മുഹമ്മദാജി തങ്ങൾ മൊയ്ലിയാരായിരുന്നു, അതുപോലെയുള്ള ഔലിയാക്കന്മാരൊക്കെ മൊയ്ലിയാരായിരുന്നു. മീനങ്ങാടിയും മൊയ്ലിയാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നൗഷാദ് ശ്രമിക്കുമ്പോഴേക്ക് നമ്മളെ ബീരാണ്ടി ഗ്രൂപ്പുകാരനായ സ്വമദിന് ചൂടായി. ബീരാണ്ടിയെ പുകയത്തുന്നുമില്ല. ബീരാണ്ടിയാണെങ്കിലോ ഒരു പക്ക നാടനാണ്, കള്ളും കുടിച്ചൊക്കെ നടന്നവനാണ്, പല തോന്നിയാസങ്ങളും ചെയ്തവനാണ്, ഖുർആന്റെ മുകളിൽ ചവിട്ടി നിന്നവനാണ്, ഒരക്ഷരം അറബി പറയാൻ അറിഞ്ഞുകൂടാത്തവനാണ്. മീനങ്ങാടി കുറച്ച് ഇടയ്ക്കോ പോയിട്ടുണ്ട്, എന്തൊക്കെയോ ചൊല്ലി പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മീനങ്ങാടി മൊയ്ലിയാർ എന്ന് പറഞ്ഞപ്പോ ബീരാണ്ടിയെ കുറിച്ച് ഒരു പുകയത്തിലും നടത്താതിരുന്നപ്പോ സ്വമദിന് ദേഷ്യം പിടിച്ചു. സ്വമദ് പറഞ്ഞു, മൊയ്ലിയാമാരൊക്കെ അഹ്ലു കിതാബുകളാണ്, അവർ തെമ്മാടികളാണ്, അവരൊന്നിനും പറ്റാത്തവരാണ്. പറയുന്നത് കേട്ടു. യാ അഹ്ലൽ കിതാബി എന്നുള്ള ഖുർആനിന്റെ അഭിസംബോധന കൂടുതൽ ഫിറ്റ് ആകുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഒരുപാട് കിതാബ് പഠിച്ച ആളുകളുണ്ട്. അനന്തരക്കാരെന്ന് പറയാൻ പറ്റില്ല. അമ്പിയാക്കൾ അനന്തരക്കാർ. ഈ കിതാബ് പഠിച്ച ആളുകൾ എങ്ങനെ ആകുവാനാ? ഇത് ഇവർക്ക് തീരെ പിടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും വാദിച്ചൂടെ? അതാണ് നമ്മളൊന്ന്. അത് ഇവർക്ക് ഇങ്ങനെ ഒരു ബന്ധമില്ലല്ലോ, പാടില്ല, അത് കളവാണ്. അതുകൊണ്ട് തന്നെ ഇവര് പറയാ ഓൻക്ക് കിതാബൊന്നും പോരാ, ഓൻക്ക് റസൂലില്ലെന്ന് നേരിട്ട് വിവരമുണ്ടാകണം അത്രേ. അതേ സമയത്ത് അമ്പിയാക്കളെ എതിർത്ത അബൂജഹലിന്റെ അനന്തരമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അഹ്ലി കിതാബിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂൻ വ അക്സറുഹുമുൽ ഫാസിഖൂൻ. വലൗ ആമന അഹ്ലുൽ കിതാബ്, ഈ കിതാബുമായി ഊരു ചുറ്റുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അവര് അള്ളാഹുവിന്റെ ആളുകളെ, അള്ളാഹ് നിശ്ചയിക്കുന്ന ആളുകളെ വിശ്വസിച്ചാൽ ലകാന ഖൈറൻ ലഹും. പക്ഷേ മിൻഹുമുൽ മുഅ്മിനൂൻ, അവരെ കൂട്ടത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. വഅക്സറുഹുമുൽ ഫാസിഖൂൻ, ഭൂരിഭാഗം തെമ്മാടികളാകുന്നു. വിശുദ്ധമായ ഖുർആൻ.
അത്തരം തമ്മാടികളെ കൊണ്ട് നിറഞ്ഞൊരു നാടായോ നമ്മുടെ നാട് കേരളം? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതിനെ വിമർശിച്ചുകൊണ്ട് വളരെ രൂക്ഷമായ രീതിയിൽ നൗഷാദ് പറയുന്നത്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു വസ്വാസ്, താബിഈങ്ങളും സഹാബികളും കിതാബുകളും ഒന്നും വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. അത് അയാളെ വകയാണ്. നമ്മൾ കിതാബ് നോക്കിയല്ലേ വായിക്കുന്നത്? നമ്മൾ കിതാബ് ദർസ് നടത്തുന്നവരല്ലേ? നമ്മളിവിടെ ഹദീസ് പഠിക്കുന്നവരല്ലേ? ആയത്ത് ഓതിയിട്ട് പ്രസംഗിക്കുന്നവരല്ലേ? പക്ഷേ നമ്മൾ പറയുന്ന കാര്യം, ഇവർ രണ്ടുപേരും കുരുവട്ടൂരി ത്വരീഖത്തുകാരാണ്. പക്ഷേ ആശയപരമായി ഇവർ സംഘട്ടനത്തിലാണ്, ഭിന്നതയിലാണ്, യോജിപ്പിലല്ല. ഒരാൾ പറയുന്നത് കിതാബ് വേണ്ട, കിതാബ് ചുമക്കുന്നവർ അവർ തമ്മാടികളാണ്, അതിനുവേണ്ടി വഹാബികളെക്കാൾ അതപ്പതിച്ച രീതിയിൽ മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് ഇറക്കപ്പെട്ട ആയത്തും ഹദീസും കിതാബുമല്ല മുസ്ലിമീങ്ങൾക്കെതിരെ ഓതിയിട്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ പറയപ്പെട്ട ഔലിയാക്കളും പെടുമ്പോൾ ബീരാണ്ടി ത്വരീഖത്തുകാരനായ ബീരാണ്ടി ഗ്രൂപ്പുകാരനായ സ്വമദ് ആനവരി പറഞ്ഞത് തീർത്തും തെറ്റാണ്, അവൻ പേച്ചവനാണ് എന്ന് കുരുവട്ടൂരി ത്വരീഖത്തിൽപ്പെട്ട മീനങ്ങാടി ഗ്രൂപ്പുകാരനായ നൗഷാദ് സവിസ്തരം അത് തുറന്നു പറയുകയാണ്. ഇവർ തന്നെ ആശയ സംഘട്ടനത്തിലാണ്. ഇതിൽ നിന്ന് അവർക്കൊരു മോചനം ഉണ്ടാവണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിലേക്ക് അവർ കടന്നു വന്നേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ പിഴച്ചു നശിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.